പെയ്ത മഴയിൽ ഭാഗം 2. എന്ത്? അഞ്ജലിക്ക് അപകടം പറ്റിയെന്നോ? തലക്കകത്ത് ഒരു സ്ഫോടനം നടന്നതുപോലെ അവൻ തന്നെ മുടിയിൽ പിടിച്ചു. ഈശ്വര, തന്നോട് സംസാരിച്ച് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയതല്ലേ അവള്? അപ്പോഴായിരിക്കും ഇത് നടന്നത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കരഞ്ഞുകൊണ്ട് ഓടുന്നതിൻ്റെ ഇടയിൽ കാലി തെറ്റി വീണതായിരിക്കും. അല്ലെങ്കിൽ വിഷമം കൊണ്ട് അവൾ മനഃപൂർവ്വം. അവൻ ഭീതിയോടെ ഓർത്തു. അങ്ങനെയൊന്നാവില്ല. ഈശ്വര, അവൾക്കൊരാപത്തും വരുത്തരുതേ. അവൻ മനമുരുകി പ്രാർത്ഥിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അനന്തൻ്റെ വണ്ടി മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്നും നിരാശയോടെ അനന്തൻ അകത്തേക്ക് വന്നു. ഹാളിലെ സോഫയിൽ മുഖം കുനിച്ച് അയാളിരുന്നു. പത്മാവതി പരിഭ്രമത്തോടെ അയാളുടെ അരികിലേക്ക് വന്നു. അനന്തേട്ടാ, എന്തു പറ്റി? എന്താ ഉണ്ടായത്? അയാൾ മുഖമുയർത്തി പത്മാവതിയെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അഞ്ജലിയെ വെന്റിലേറ്ററിലാക്കിയിരിക്കുക. പ്രതീക്ഷയൊന്നും വേണ്ടെന്ന ഡോക്ടർ പറഞ്ഞത്. അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഇടർന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. അച്ഛനെ കണ്ട് ആകാംക്ഷയോടെ ഓടി വന്ന അർജുൻ ഇത് കേട്ട് നടുങ്ങി നിന്നു. ഈശ്വര, ശകുന്തളയും ദാസനും ആശുപത്രിയിലുണ്ട്. ഇതറിഞ്ഞതും ശകുന്തള ബോധം കിട്ടി വീണു. ഇപ്പോൾ ഡ്രിപ്പിട്ടിരിക്കുക. അവരുടെ ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈശ്വര, അനന്തേട്ടാ, നമുക്ക് ഉടനെ ആശുപത്രിയിലേക്ക് പോകാം. എനിക്ക് അവരെ ഒന്ന് കാണണം. പത്മാവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ വേഗം ചെന്ന് റെഡിയാക്ക്. ശരി. പത്മാവതി വേഗം അകത്തേക്ക് ചെന്ന് വേഷം മാറി വന്നു. ജോലിക്കാരിയുടെ വിവരം പറഞ്ഞ് അവർ ഇറങ്ങിയതും അർജുൻ ഓടി വന്നു. അച്ഛാ, ഞാനും വരുന്നു. എനിക്ക് അഞ്ജലിയെ ഒന്ന് കാണണം, അവൻ വിഷമത്തോടെ പറഞ്ഞു. എന്ന് കയറ്, അയാൾ പറഞ്ഞു. എല്ലാവരും വണ്ടിയിൽ കയറി. വണ്ടി നേരെ ആശുപത്രിയിലേക്ക് വിട്ടു. വണ്ടി പാർക്ക് ചെയ്ത് മൂവരും ആദ്യം ശകുന്തളയെ കാണാൻ ചെന്നു. ശേഷം ഡോക്ടറോട് അനുവാദം വാങ്ങി അഞ്ജലിയെ കാണാനായി ചെന്നു. എനിക്ക് ഈ അവസ്ഥയിലേക്ക് ആ കുട്ടി കാണാൻ വയ്യ. നിങ്ങൾ ചെല്ല്, പത്മാവതി പറഞ്ഞു. അനന്തനും അർജുനും അകത്തേക്ക് കയറി. വെന്റിലേറ്ററിൽ കിടക്കുന്ന അഞ്ജുവിനെ കണ്ടതും ഇരുവരുടെയും മനസ്സ് തകർന്നു. അനന്തൻ വേഗം പുറത്തേക്ക് നടന്നു. അർജുൻ അവളുടെ അരികിലേക്ക് ചെന്നു. നിറകണ്ണുകളോടെ അവൻ അവളെ നോക്കി അവളുടെ കൈ പിടിച്ചു. അഞ്ജലി, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത് നിന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ പറഞ്ഞു പോയതാണ്. നിന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നെഞ്ചിനകത്ത് ഒരു ഭാരം പോലെ. നീ തിരികെ വരണം അഞ്ജു. അതും പറഞ്ഞ് അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ മോതിരം കയ്യിലെടുത്തു. അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എനിക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടോ എനിക്കിപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ഇത് നിനക്കായി ഞാൻ തരുന്ന വാഗ്ദാനം. ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. എനിക്കായി നീ തിരിച്ചു വരണം. നിൻ്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കും. അതും പറഞ്ഞ് അവളുടെ വിരലുകൾ മടക്കി അവൻ കണ്ണു തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പത്മാവതി ശകുന്തളയുടെ ഒപ്പം മുറിയിലിരുന്നു. അർജുൻ പുറത്തെ കസേരയിൽ അക്ഷമയോടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അനന്തൻ വിഷമത്തോടെ അവിടേക്ക് വന്നു. അയാൾ എന്തോ പറഞ്ഞതും എൻ്റെ മോളെ എന്ന് ശകുന്തള അലമുറയിട്ട് കരയുന്നത് കേട്ട് അവൻ ഞെട്ടി എഴുന്നേറ്റു. എല്ലാവരും കരയുന്നത് കണ്ടതും അവനാകെ തകർന്നു പോയി. കരഞ്ഞുകൊണ്ട് ചുവരിൽ ചാരി നിലത്തേക്ക് ഊർന്നു വീണു. കാൽമുട്ടിൽ മുഖമമർത്തി അവൻ പൊട്ടിക്കരഞ്ഞു. അഞ്ജലിയിനി ഇല്ലെന്ന സത്യം എന്തുകൊണ്ടോ അവൻ അംഗീകരിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർ പറഞ്ഞെങ്കിലും ദാസൻ അതിന് സമ്മതിച്ചില്ല. അവളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി. അതിനായി അവരുടെ ബന്ധുക്കളും വന്നിരുന്നു. അങ്ങനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. അവളെ അവസാനമായിട്ട് ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു അവന്. പക്ഷെ എന്തുകൊണ്ടോ മനസ്സനുവദിച്ചില്ല. ആംബുലൻസിൽ അവളെയും കൊണ്ട് പോകുന്നത് വീട്ടിലെ മുകൾ വരാന്തയിലിരുന്ന് കണ്ടു. കണ്ണുകൾ നിറഞ്ഞപ്പോൾ ആ കാഴ്ചയും മങ്ങി. അർജുൻ സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി. മുന്നിലൊരു വമ്പൻ മരം കടപുഴകി വീണിരിക്കുന്നു. വഴിയെല്ലാം ബ്ലോക്കാണ്. ഫയർഫോഴ്സും ആളുകളും വന്ന് മരങ്ങളെല്ലാം നീക്കുകയാണ്. ഇതേതായാലും കുറച്ച് സമയമെടുക്കും. അവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. അഞ്ജലിയുടെ മരണം ഒരാഘാതം തന്നെയായിരുന്നു അർജുന്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു.
അവിടെ ജോയിൻ ചെയ്ത് ക്ലാസ്സും പഠനവും ഒക്കെ ആയതോടെ അവനെല്ലാം മറന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. അർജുന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അന്ന് നാട്ടിൽ നിന്ന് പോയ ശേഷം ദാസനെയും ശകുന്തളയെയും കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയതുമില്ല. പഠനം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനായി അർജുൻ US പോയി. 2 വർഷത്തെ പഠനം കംപ്ലീറ്റ് ചെയ്ത് അവൻ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും അവനെ അനന്തൻ്റെ ഒരു ഹോസ്പിറ്റൽ തന്നെ പണിതിരുന്നു. അങ്ങനെ അതിൻ്റെ ചുമതല അർജുന് കിട്ടി. ആശുപത്രിയിലെ ജോലി തിരക്കിലേക്ക് മുഴുകവേ അവൻ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും മറന്നിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് അല്പം നേരത്തെ അർജുൻ വീട്ടിലെത്തി. കുളി കഴിഞ്ഞ് ചായയും കുടിച്ച് മുറിയിലിരിക്കുമ്പോഴാണ് പതിവില്ലാതെ പത്മാവതി അനന്തരം അവിടേക്ക് വന്നത്. അതുകൊണ്ട് അവനൊന്ന് അമ്പായിരുന്നു. ഇതെന്താ രണ്ടാളും പതിവില്ലാതെ എൻ്റെ മുറിയിലേക്ക്? നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അതിനാ ഞങ്ങൾ വാങ്ങുന്നത്. അനന്തൻ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സോഫയിലിരുന്നു. എന്താ കാര്യം? ഒന്നുമില്ല. നിനക്കിപ്പോൾ എത്ര വയസ്സായി? അവൻ കണ്ണുമീച്ച് അവരെ നോക്കി. നിങ്ങളെൻ്റെ അച്ഛനും അമ്മയല്ലേ? എൻ്റെ വയസ്സ് നിങ്ങൾക്കറിയില്ലേ? അതെ, ഞങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയായതുകൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ വയസ്സ് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ നിനക്കത് ഓർമ്മയുണ്ടെന്ന് അറിയാനാ ചോദിച്ചത്. അവൻ മൗനമായി. ഈ വരുന്ന ജനുവരിയിലേക്ക് നിനക്ക് 28 വയസ്സ് തികയുക, അതായത് വിവാഹപ്രായം ആയെന്ന് അമ്മ പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് വല്ലാതെ. 28 വയസ്സിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് എന്താ അമ്മ ഇതിന് നിർബന്ധം? നിനക്ക് നിർബന്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. എൻ്റെ കാര്യമല്ലല്ലോ അമ്മയെ മുഖ്യം. ആദ്യം ദേവുവിൻ്റെ കാര്യം നടക്കട്ടെ, എന്നിട്ട് മതി എൻ്റെ കാര്യം. അവൾ പഠിക്കുകയല്ലേ, അവളുടെ പഠിത്തം കഴിയാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് നിൻ്റെ കാര്യം ഒന്ന് നടന്നു കാണണം ഞങ്ങൾക്ക്. രാഘവേട്ടനും ഒച്ചേട്ടനും കൂടി ഇന്നലെ ഇവിടെ വന്നിരുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്താമെന്നാണ് അവർ പറഞ്ഞത്. പത്മാവതി പറഞ്ഞു. അവൻ മനസ്സിലാവാതെ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവരെ നോക്കി. എന്ത്? നിൻ്റെയും നീതുവിൻ്റെയും കാര്യം? വാട്ട്? നീതുവോ? അതെ, നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണല്ലോ. നീതുവിനോട് ചോദിച്ചപ്പോൾ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് അവരവിടെ വന്ന് സംസാരിച്ചത്. നിന്നോട് കൂടി ചോദിച്ചിട്ട് പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതൊക്കെ സ്റ്റുപ്പിഡിറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. നീതുവിനെ ഞാൻ വിവാഹം കഴിക്കണമെന്നോ? അവളെ ഞാൻ എൻ്റെ നല്ലൊരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയും എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് രാഘവൻ അങ്കിളിനോട് പറഞ്ഞേക്കൂ ഈ ആലോചന നടക്കില്ലെന്ന്. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോട് പുറത്തേക്ക് നടന്നു. പത്മാവതിയും അനന്തനും പരസ്പരം നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ പത്മേ അവൻ സമ്മതിക്കില്ലെന്ന്. നിനക്കായിരുന്നല്ലോ നിർബന്ധം. ഇപ്പം എന്തായി? അനന്ത ചോദിച്ചു. അത് പിന്നെ ഞാൻ അവൻ്റെ അമ്മയല്ലേ, അവൻ്റെ കാര്യമോർത്ത് എനിക്ക് ആദ്യം ഉണ്ടാവില്ലേ? അവൻ കല്യാണമൊക്കെ കഴിച്ച് കുട്ടിയും കുടുംബമൊക്കെ ആയി കാണണമെന്ന് എനിക്ക് ആശയില്ലേ? മൂത്തതിനെ കെട്ടിച്ച് കൊച്ചുമക്കളെയൊക്കെ കാണാൻ ഒരുപാട് കൊതിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. ഇപ്പം ഇവനും ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക? പത്മാവതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആനന്ദനും അത് കേട്ട് വിഷമമായി. നമ്മൾ ആശ്ചിച്ചിട്ട് എന്ത് കാര്യം? അവനും കൂടി തോന്നുന്നുണ്ടേ, അയാൾ വിഷമത്തോടെ പറഞ്ഞു. ഇനി എപ്പോൾ തോന്നാനാ? അവൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ കെട്ടും കഴിഞ്ഞ് കൊച്ചായി. ഇവ മാത്രം ഇങ്ങനെ സന്യാസിയാവാൻ നടക്കുകയല്ലേ? അവരൊരു ആദരസേവനം. പത്മാവതി സങ്കടവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പിറുപിറുത്തുകൊണ്ട് നടന്നു. വാതിൽ തുറന്ന് അർജുൻ അകത്തേക്ക് കയറി. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു പ്രഭ. ശബ്ദം കേട്ട് അവൾ തലച്ചിരിച്ച് നോക്കി. അർജുനെ കണ്ടതും അവൾ പുഞ്ചിരിച്ചു. വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് ഞൊണ്ടി നടന്നുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു. നീ നേരത്തെ എത്തി അല്ലേ? അവൻ മൂളിക്കൊണ്ട് അവിടുത്തെ കസേരയിലിരുന്നു. പ്രഭ കട്ടിലിരുന്നു കൊണ്ട് അവനെ നോക്കി. എന്തു പറ്റി? മുഖത്തൊരു വിഷമം പോലെ. എന്താ ഉണ്ടായത്? ഒന്നുമില്ല. അങ്ങനെ പറയണ്ട. മോൻ്റെ മുഖം കണ്ട ചേച്ചിക്കറിയാം എന്താ പ്രശ്നം. അവൾ അവൻ്റെ താടിക്ക് പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അച്ഛനും അമ്മയും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുക. തോന്നി. ഇന്നലെ രാഘവനങ്കിളും അച്ഛമ്മയും വന്നപ്പോഴേ തോന്നി. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? അവൻ അവളെ ഒന്ന് നോക്കി. എന്താ ചേച്ചി എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ആവശ്യമുണ്ടോ? ഈ ജന്മത്തിൽ എനിക്കൊരു വിവാഹത്തിന് താല്പര്യമില്ല. പ്രഭു ഒന്ന് നിശ്വസിച്ചു. മോനെ, ജീവിതമാകുമ്പോൾ നന്മകൾ മാത്രമല്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെ തെറ്റുകൾ സംഭവിക്കും. അത് സ്വാഭാവികമാണ്. മനുഷ്യനായി ആർക്കും തെറ്റ് പറ്റും. തന്നെ ഭജിച്ചിരിക്കുന്ന തവളയെ അറിയാതെയാണെങ്കിലും അമ്പ് തറപ്പിച്ച് കൊന്നുപോയതല്ലേ ശ്രീരാമൻ.
നിനക്കും തെറ്റുപറ്റി, തിരുത്താൻ നീ ശ്രമിച്ചതല്ലേ. പക്ഷേ വിധി അതിന് അവസരം തന്നില്ല. അതെല്ലാം മറന്നു കളിയാകാം. അറിയാതെ സംഭവിച്ച തെറ്റിൻ്റെ പേരിൽ ഒരു വിവാഹ ജീവിതമേ വേണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് നമ്മുടെ അച്ഛനോടും അമ്മയോടും നീ ചെയ്യുന്ന തെറ്റല്ലേ. കുടുംബത്തിൻ്റെ ഒരേ ഒരു ആന്തരിക നിന്നിലൂടെയാണ് നമ്മുടെ പരമ്പര നിലനിർത്തേണ്ടത്. കഴിഞ്ഞതൊക്കെ നീ മറക്കണം അച്ചു. പ്രഭ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. ആ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൻ പോക്കറ്റിൽ നിന്ന് 2 മെഡിസിൻ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതാ ചേച്ചി മെഡിസിൻ. അവൾ അവനെ ഒന്ന് നോക്കി, പിന്നെ കൈനീട്ടി അത് വാങ്ങി. നടക്കാനൊരുങ്ങിയത് പെട്ടെന്ന് നിന്ന് അവൻ തിരിഞ്ഞു നോക്കി. അദ്വൈത് എന്നെ വിളിച്ചിരുന്നു ചേച്ചി. അടുത്ത ആഴ്ചയാണ് വിശ്വേട്ടൻ്റെ ആണ്ട് വരുന്നത്. ചേച്ചിയെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ ഉള്ളം പിടഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ വേഗം തുടച്ച് അവളൊന്ന് ചിരിച്ചു. എന്തിനാടാ വെറുതെ ആളുകളുടെ സഹതാപം കാണാനോ? വേണ്ട, ഒന്നും വേണ്ട. 2 വർഷത്തെ ദാമ്പത്യത്തിൽ കണ്ണുനീരും വേദനയും അല്ലാതെ മറ്റൊന്നും അയാൾ എനിക്ക് തന്നിട്ടില്ല. അവൾക്കെന്തേ എന്നെ ഒരു തൊണ്ടിക്കാലിയാക്കി ഒരു തുണ്ട് കയറിൽ അയാൾ എല്ലാം അവസാനിപ്പിച്ചു. മോക്ഷം കിട്ടാത്ത ആത്മാവിനെ പോലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ജീവിക്കാനാ എൻ്റെ വിധി. ചേച്ചി, അവൻ ശാസനയോട് വിളിച്ചുകൊണ്ട് അവളുടെ അരികിൽ വന്നിരുന്നു. ചേച്ചി ഭാരമാണെന്ന് ഞങ്ങൾ ആരെങ്കിലും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? തെറ്റ് ഞങ്ങളുടെ കൂടിയല്ലേ. നന്നായി അന്വേഷിക്കാതെ നല്ലവനെന്ന് കരുതി അയാൾക്ക് ചേച്ചി വിവാഹം കഴിച്ചു കൊടുത്തു. ഒടുവിൽ ചേച്ചി ഈ അവസ്ഥയിൽ എത്തിച്ചതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. ആദ്യമേ തന്നെ ചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കഴിഞ്ഞതിനെക്കുറിച്ചൊന്നോർത്ത് വിഷമിക്കണ്ട. ചേച്ചിക്ക് ഞാനുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും ചേച്ചി ഒരിക്കലും എനിക്ക് ഭാരമല്ല. അവൻ കരഞ്ഞുകൊണ്ട് ചേച്ചിയെ ചേർത്ത് പിടിച്ചു. ചേച്ചി കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് വർക്കുണ്ട്. അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. 4 വർഷം മുൻപായിരുന്നു പ്രഭയുടെ വിവാഹം. ഭർത്താവ് വിശ്വൻ, കളക്ടറേറ്റ് ജീവനക്കാരൻ, നല്ല കുടുംബം, പേരുകേട്ട തറവാട്. പ്രഭയെ കണ്ട് ഇഷ്ടപ്പെട്ട വീട്ടുകാർ നേരിട്ട് ആലോചനയുമായിട്ട് വരികയായിരുന്നു. എല്ലാം കൊണ്ടും ചേരുന്നതായതുകൊണ്ട് തന്നെ കൂട്ടുകാർ കൂടുതൽ അന്വേഷിക്കാനും നിന്നില്ല. പക്ഷേ വിവാഹശേഷമാണ് പല കാര്യങ്ങളും അറിഞ്ഞത്. അയാൾക്ക് അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. അച്ഛനമ്മമാരുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ അയാൾക്ക് അവളെ മറന്ന് പ്രഭയെ വിവാഹം കഴിക്കേണ്ടി വന്നു. ആഗ്രഹിച്ച ജീവിതം നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം മുഴുവൻ അയാൾ പ്രഭയിൽ തീർത്തു. വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവളെല്ലാം മറച്ചു വെച്ചു. 2 വർഷം ആകാറായപ്പോഴേക്കും സ്ഥിതി മോശമായി. ആ പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിച്ചതറിഞ്ഞ് അയാൾ ആകെ തകർന്നു. അന്ന് രാത്രി മദ്യപിച്ചു വന്ന അയാൾ ബോധമില്ലാതെ പ്രഭയെ സ്റ്റെയറിൽ നിന്ന് തള്ളി താഴെയിട്ടു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു കാലിൻ്റെ സ്വാധീനം നഷ്ടമായി. വിവരം അറിഞ്ഞ് അനന്തരം അർജുനും ബഹളം ഉണ്ടാക്കി. വിഷുവിനെ തല്ലാൻ വരെ ഒരുങ്ങി. പിന്നെ താലിമാല വാങ്ങി അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവർ പ്രഭയുമായി ആ തറവാടിൻ്റെ പടിയിറങ്ങി. അയാൾ തൻ്റെ കാമുകിയെ തേടി ചെന്നെങ്കിലും അവൾ അയാളെ ആട്ടിപ്പായിച്ചു. അവളുടെ വിവാഹം കഴിഞ്ഞതോടെ അയാൾക്കാകെ നിരാശയായി. ഒടുക്കം അയാൾ ആത്മഹത്യ ചെയ്തു. പ്രഭ തൻ്റെ വീട്ടിലെ ഒറ്റമുറികളിൽ ജീവിതം കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. മുറിയിൽ നിന്ന് ഉണങ്ങിയ തുണികളെല്ലാം മടക്കി വയ്ക്കുകയായിരുന്നു പത്മാവതി. ഈ സമയം ദീപു അവിടേക്ക് വന്നു. അമ്മയ്ക്ക് എന്തു പറ്റി? മുഖം കടന്നൽ കുത്തിയതുപോലെ ഉണ്ടല്ലോ. അവർ മകളെ തുറച്ചു നോക്കി. കുത്തിയടി, എന്താ നിനക്ക് വേണം? ഓ, ഇന്ന് നല്ല ചൂടിലാണല്ലോ. എന്തു പറ്റി? ദേ, മനുഷ്യരാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോൾ ചോറിയം വന്നിട്ടുണ്ടല്ലോ, ഒന്നങ്ങ് വെച്ച് തരും ഞാൻ. മനസ്സിലായി. അജുവേട്ടനോട് വിവാഹക്കാരൻ പറഞ്ഞപ്പോൾ അങ്ങനെ അത് കേട്ട പാതി കേൾക്കാത്ത പാതി തട്ടിക്കളഞ്ഞു. അതല്ലേ പ്രശ്നം. ഏട്ടിൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയുന്നതല്ലേ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഏട്ടും കേൾക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയുന്നതല്ലേ. എന്ന് വെച്ച് അവനൊരു കുടുംബജീവിതം ഉണ്ടായിക്കാണാൻ ഞാൻ കാശിയില്ലേ? ആശയുണ്ടായിട്ട് കാര്യമില്ല, അത് നടപ്പാക്കാനുള്ള ബുദ്ധി കൂടി വേണം. പത്മാവതി നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മ ചെന്ന് ചേച്ചിയോട് കാര്യം പറ. ചേച്ചിയാണല്ലോ അജുവേട്ടൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. ചേച്ചി പറഞ്ഞ അർജുവേട്ടൻ വിവാഹത്തിന് സമ്മതിക്കും. അത് ശരിയാണെന്ന് പത്മാവതിക്ക് തോന്നി. നീ പറഞ്ഞത് ശരിയാണ്. അവൾ പറഞ്ഞാൽ അവനനുസരിക്കും. ഞാൻ എന്തായാലും അവളൊന്ന് കാണട്ടെ. പത്മാവതി അതും പറഞ്ഞ് നടന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പ്രഭപതിയെ തലയുയർത്തി നോക്കി. വാതിൽ കടന്ന് പത്മാവതി അകത്തേക്ക് വന്നു. അമ്മയെ കണ്ടതും അവൾ എഴുന്നേറ്റിരുന്നു. ഭക്ഷണം കഴിച്ചോന്നേ? ഇതാ കുറച്ച് പാൽപ്പായസോ, നിനക്കിഷ്ടമല്ലേ, കുടിച്ചോ.
പ്രഭ അത് വാങ്ങിക്കൊണ്ട് സംശയത്തോടെ അമ്മയെ നോക്കി. ഇന്നെന്താ പതിവില്ലാതെ പായസമൊക്കെ ഉണ്ടാക്കിയത്? ഒന്നുമില്ല, വെറുതെ അങ്ങനെ തോന്നി. അതൊന്നല്ല, വേറെ എന്തോ ഉണ്ട്. അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താ കാര്യം? പത്മാവതി ഒന്ന് പരിങ്ങി. അത് പിന്നെ വേറെ ഒന്നല്ല, അർജുൻ്റെ കാര്യം തന്നെയാണ്. അവനിങ്ങനെ കയറോട് വിറ്റാൽ ശരിയാവില്ല. ഇപ്പോൾ തന്നെ ആതുര സേവനം എന്ന് പറഞ്ഞ് എപ്പോഴും മെഡിക്കൽ ക്യാമ്പോ മറ്റോ നടക്കിയല്ലേ. ഇങ്ങനെ പോയാൽ അവൻ ജീവിതം തന്നെ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കും. അത് ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കണം. നീ വിചാരിച്ചാൽ അത് സാധിക്കും. ഞാൻ വിചാരിച്ചല്ലോ. അതെ, നീ അവനോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് അവനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കണം. ഞാൻ അവനോട് സംസാരിച്ചത് അമ്മ. അപ്പോഴും അവൻ ഒഴിഞ്ഞു മാറുക തന്നെയാണ്. അത് കേട്ടത് പത്മാവതിയുടെ മുഖം വാടി. അവനൊരു വിവാഹ ജീവിതം ഉണ്ടായി കാണണമെന്ന് എനിക്കും ആശയുണ്ട്. പക്ഷേ പറയാന്നല്ലാതെ എനിക്കെന്താ ചെയ്യാൻ കഴിയുക? ചേച്ചിക്ക് ചെയ്യാൻ കഴിയും. ശബ്ദം കേട്ട് ഇരുവരും തലചരിച്ച് നോക്കി. ദേവിക അകത്തേക്ക് വന്നു. ചേച്ചിക്ക് പലതും ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇച്ചിരി കള്ളത്തനം ചെയ്യാൻ ചേച്ചിയും തയ്യാറാവണം. ഇരുവരും മനസ്സിലാവാതെ ദേവുവിനെ നോക്കി. അവൾ ചിരിച്ചു. ഒരു ചെറിയ നാടകം, അത് കളിച്ചാൽ ഉറപ്പായും എന്നെ വിവാഹത്തിന് സമ്മതിക്കും. പക്ഷേ നിങ്ങൾ രണ്ടാളും കൂടെ നിൽക്കണം. എങ്കിൽ ഞാൻ എൻ്റെ പ്ലാൻ പറയാം. ഇരുവരും പരസ്പരം നോക്കി. ആദ്യം നീ പ്ലാൻ പറ, എന്നിട്ട് സഹകരിക്കണ വേണ്ടിയെന്ന് തീരുമാനിക്കാം. ദേവ് അവളുടെ പ്ലാൻ പറഞ്ഞു. കേട്ടതും പത്നി ഒന്ന് കണ്ണു മിഴിച്ചു. ഇതൊക്കെ ശരിയാകുമോ? പണിയൊന്ന് പാഴായ കഥ കഴിഞ്ഞത് തന്നെയാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മയ്ക്കേട്ടൻ്റെ വിവാഹം കാണണമെങ്കിൽ ഇങ്ങനെ ചില കോൺസ്ട്രൊക്കെ ചെയ്യേണ്ടി വരും. പറ്റുമെങ്കിൽ പറ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതും പറഞ്ഞ് ദേവു നടക്കാനൊരുക്കി. പത്മാവതിയാക്കി ധർമ്മസങ്കടത്തിലായി. നിൽക്കടി, എനിക്കല്പം പേടിയൊക്കെ ഉണ്ട്. സത്യം അറിഞ്ഞ അച്ഛനും മോനും കൂടി എന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചെന്നിരിക്കും. പത്മ ഇപ്പം ഭീതിയോടെ പറഞ്ഞു. അമ്മ പേടിക്കുക എന്ന് വേണ്ട. പിന്നെ ചേച്ചി കൂടെ നിന്നോണം, കേട്ടല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ, കൂടെ നിൽക്കാം. പ്രഭയും പറഞ്ഞു. എന്നാൽ ഇന്ന് തന്നെ നമ്മുടെ ഓപ്പറേഷൻ നടത്താം, എന്താ? ശരി, അവർ പറഞ്ഞു. മുകളിലെ വരാന്തയിലിരിക്കുകയായിരുന്നു അർജുൻ. പത്മാവതി അവിടേക്ക് വന്നു. അജു രാഘവേട്ടൻ വിളിച്ചിരുന്നു. അടുത്തൊരു ദിവസം അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരട്ടെയെന്ന് ചോദിച്ചു. ഞാൻ അവരോട് എന്താ പറയേണ്ടത്? ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മേ. അജു അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എന്നാ എൻ്റെ ഉദ്ദേശം? ജീവിതകാലം മുഴുവനും കല്യാണം കഴിക്കാതെ സന്യാസിയായി ജീവിക്കാനാണോ? അമ്മ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഞാൻ നിൻ്റെ അമ്മയാണ്. എനിക്ക് വയസ്സായി വരിക. എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ കൊച്ചുമക്കളെ കൊഞ്ചിച്ചിരിക്കാൻ തുടങ്ങി. എനിക്കുണ്ട് മരിക്കും മുമ്പ് ഒരു പേരക്കുട്ടിയെ കാണാനോ കൊഞ്ചിക്കാനോ ഉള്ള ഒക്കെ ആശ. ഒന്നിൻ്റെ ജീവിതമോ അങ്ങനെ. ഇനി നീയും ഇങ്ങനെയായാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അവസാനമായി ചോദിക്കുക, എനിക്ക് വിവാഹത്തിന് സമ്മതമാണോ? അമ്മ പ്ലീസ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാം. ഇനി എന്നെ ശല്യം ചെയ്യില്ല. ഇല്ലടാ, ഇനി ഇക്കാര്യം പറഞ്ഞ് നിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല, പോരെ? അത് പറഞ്ഞ് പത്മാവതി മുറിയിലേക്ക് കയറി വാതിലടച്ചു. അജു അസ്വസ്ഥതയോടെ കൈകളിൽ നെറ്റിയൊന്നിയിരുന്നു. മുറിയിൽ കയറിയ പത്മാവതി ദേവു പറഞ്ഞതോർത്തു. പിന്നെ സ്റ്റൂളെടുത്ത് ഫാനിൻ്റെ താഴെ വെച്ചു. ഈശ്വരാ കാത്തോണേ. അതും പറഞ്ഞ് സാരിയും എടുത്ത് സ്റ്റൂളിന് മുകളിൽ കയറി. ഇവിടെ മാറിയത് ഇവിടെ പോയി കാണുന്നില്ലല്ലോ, പത്മാവതി ജനലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ദേവു അവിടേക്ക് വന്നു. എന്നാ തുടങ്ങിക്കോ, ദേവ് തമ്പ് വിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. പത്മാവതിയും ചിരിച്ചുകൊണ്ട് തമ്പ് വിരൽ ഉയർത്തി. പിന്നെ സാരി ഫാനിലിട്ടു. ദേവു ഇരുവശത്തേക്കും നോക്കി. അയ്യോ അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? ഏട്ടാ, ചേച്ചി, ഓടിവാ. അവൾ ഇരുവശത്തേക്ക് നോക്കി വിളിച്ചു. ആനന്ദ ശബ്ദം കേട്ടെന്ന് സംശയിച്ചു. ദേവുവിൻ്റെ ശബ്ദമല്ലേ ഇത്? ഇവളെന്തിനിങ്ങനെ നെളിച്ചു പോകുന്നത്? അവൻ പരിഭ്രമത്തോടെ ശബ്ദം കേട്ടിടത്തേക്ക് ഓടി. അപ്പോഴേക്കും പ്രഭയും അവിടേക്ക് വന്നു. ഞാൻ പോയി ഏട്ടൻ വരുന്നുണ്ടെന്ന് നോക്കട്ടെ. സിഗ്നൽ തന്നാൽ ചേച്ചി ഉറക്കെ കരഞ്ഞോണം, കേട്ടല്ലോ. പ്രഭ ദേവുവിനെ ഇരുത്തി നോക്കിക്കൊണ്ട് മൂളി. ദേവു വാതിക്കൽ ചെന്ന് എത്തി നോക്കി. അർജുൻ ഓടി വരുന്നത് കണ്ട് അവൾ വേഗം തല വലിച്ച് പ്രഭയുടെ അരികിലേക്ക് ഓടി. ഏട്ടൻ വരുന്നുണ്ട്, തടകിക്കോ, അവൾ പറഞ്ഞു. അയ്യോ അമ്മേ, എന്തേ കാണിക്കുന്നേ? ഇരുവരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
അപ്പോഴേക്കും അർജുൻ ഓടി വന്നു. കഴുത്തിൽ കുരുക്കിടാനൊരുങ്ങുന്ന അമ്മയെ കണ്ട് അവൻ ഞെട്ടി. തുടരും.